നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കോപ്പ അമേരിക്കയ്ക്കുള്ള അർജന്റീനയുടെ ഫൈനൽ സ്ക്വാഡ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നേരത്തെ കോപ്പ അമേരിക്കയ്ക്ക് മുന്നോടിയായിട്ടുള്ള അന്താരാഷ്ട്ര സൗഹൃദ മത്സരങ്ങൾക്ക് അർജന്റീന 29 അംഗ സ്ക്വാഡിനെ പ്രഖ്യാപിച്ചിരുന്നു. അന്ന് തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്, ഇത് തന്നെയാണ് കോപ്പ അമേരിക്കയ്ക്കുള്ള സ്ക്വാഡ്, അതിൽ നിന്ന് 3 പേരെ ഒഴിവാക്കുമെന്ന് മാത്രമേ ഉള്ളൂ എന്ന്. ഇപ്പോൾ ഇക്വഡോറിനെതിരെയും ഗോട്ടിമാലയ്ക്കെതിരെയുമുള്ള മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ 3 പേരെ ഒഴിവാക്കി ബാക്കി 26 പേരെ കോപ്പ അമേരിക്കയ്ക്ക് കൊണ്ടുപോകുന്നു. കോപ്പ അമേരിക്ക സ്ക്വാഡിൽ നിലനിർത്തുന്നു. അപ്പോൾ ഡിബാലയുണ്ടോ എന്നൊരു ചോദ്യം ഇനി വേണ്ട. 29 അംഗ സ്ക്വാഡ് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തെ ഒഴിവാക്കിയിരുന്നു. അപ്പോൾ പിന്നെ ആ 29-ൽ 3 പേരെ കൂടി ഒഴിവാക്കുകയേ ഇപ്പോൾ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് ഡിബാലയ്ക്ക് സ്ഥാനമില്ല എന്നുള്ളത് നേരത്തെ തന്നെ വ്യക്തമായതാണ്. അപ്പോൾ ആ 29-ൽ നിന്ന് കട്ട് ചെയ്യപ്പെട്ട 3 പേരാരൊക്കെയാണ്? ഒന്ന് വാലന്റൈൻ ബാർക്കോ, മറ്റൊന്ന് ലിയനാർഡോ ബലേഡി, പിന്നെ ആംഗേൽ കൊറേയ. ഇതിലിപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ടീമിൽ ഉണ്ടാവുമോ ഇല്ലയോ എന്ന് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്ന ജർമ്മൻ ബെസല്ലയും ഗോയിഡോ റോഡ്രിഗസും സ്ക്വാഡിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ജർമ്മൻ ബെസല്ല പരിക്കുമായിട്ടാണ് ക്യാമ്പിലേക്ക് എത്തിയിരുന്നതെങ്കിലും അദ്ദേഹം ഇപ്പോൾ ഫിറ്റാണ്. ഗോയിഡോ റോഡ്രിഗസിന് പനിയായിരുന്നു, പക്ഷേ അദ്ദേഹം അതിൽ നിന്ന് പൂർണ്ണമായിട്ടും മുക്തനായിരിക്കുന്നു. അപ്പോൾ ഈ 3 പേര്, വാലന്റൈൻ ബാർക്കോയുടെ കാര്യത്തിൽ മാർക്കോസ് അക്യൂഞ്ഞക്ക് പരിക്കിൻ്റെ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തെ ഈ ഒരു സ്ക്വാഡിനോടൊപ്പം ഉൾപ്പെടുത്തിയിരുന്നത്. ഇപ്പോൾ അക്യൂഞ്ഞ ഓക്കെയാണ് എന്നുള്ളത് കൊണ്ട് ഇവിടെ വാലന്റൈൻ ബാർക്കോയെ ഒഴിവാക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു താരം ബലേഡിയാണല്ലോ പുറത്തു പോയത്. അദ്ദേഹത്തെ കൊണ്ടുവന്നത് പെസല്ലയ്ക്ക് എന്ത് സംഭവിക്കും, അദ്ദേഹത്തിന് തുടരാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് വെയിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. പെസല്ല ഓക്കെയാണ്, അദ്ദേഹം ഉണ്ടാകും എന്നുറപ്പായതോടുകൂടി ബലേഡി പുറത്തായി. കൊറേയുടെ കാര്യത്തിൽ അദ്ദേഹത്തെ കോച്ചിങ് സ്റ്റാഫിന് തീർച്ചയായിട്ടും വലിയ മതിപ്പാണ്. പക്ഷേ ഒരുപാട് ഓപ്ഷൻസ് അറ്റാക്കിംഗ് ഏരിയയിലുണ്ട്. പ്രത്യേകിച്ച് അലയാൻഡ്രോ ഗർനാച്ചോ, പിന്നെ വാലന്റൈൻ കർബോണി ഒക്കെ സ്ക്വാഡിൽ ഇടം പിടിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും കുറേയ പുറത്തേക്ക് പോവുകയായിരുന്നു. അപ്പോൾ അർജന്റീനയുടെ ഫൈനൽ 26 മെമ്പർ സ്ക്വാഡ് നോക്കാം. ഗോൾ കീപ്പർമാരായിട്ട് എമിലിയാനോ മാർട്ടിനസും ഫ്രാങ്കോ അർമാനിയും ജെറോണിമോ റുള്ളിയുമാണ് ഇപ്പോൾ ഈ ഒരു സ്ക്വാഡിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അതുപോലെ ഡിഫൻഡർമാരായിട്ട് ഗോൺസാലോ മൊണ്ടീലും നാഹ്യുൽ മൊളീനയും ക്രിസ്ത്യൻ റൊമേറയും ജർമ്മൻ പെസല്ലയും ലൂക്കാസ് മാർട്ടിനസ് കോർട്ടയും നിക്കോളാസ് ഓട്ടാമെന്റിയും ലിസാൻഡ്രോ മാർട്ടിനസും മാർക്കോസ് അക്യൂഞ്ഞയും നിക്കോളാസ് ടാഗ്ലിയാഫിക്കോയുമാണുള്ളത്. മധ്യനിരയിലേക്ക് ഗോയിഡോ റോഡ്രിഗസ്, ലിയാൻഡ്രോ പെരേഡസ്, അലക്സിസ് മാക്കലിസ്റ്റർ, റോഡ്രിഗോ ഡീബോൾ, ഇസിക്കിയൽ പലാസിയോസ്, എൻസോ ഫെർണാണ്ടസ്, ജിയോവാനി ലോ ചെൽസോ. മുന്നേറ്റ നിരയിൽ ആംഗേൽ ഡി മരിയ, ലിയണൽ മെസ്സി, വാലന്റൈൻ കർബോണി, അലയാൻഡ്രോ ഗർനാച്ചോ, നിക്കോളാസ് ഗോൺസാലസ്, ലൗട്രോ മാർട്ടിനസ്, ഹൂലിയൻ അൽവേരസ്. അപ്പോൾ ഇതാണ് ഇപ്പം കോപ്പ അമേരിക്കയ്ക്കുള്ള അർജന്റീനയുടെ ഫൈനൽ സ്ക്വാഡ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.